വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ആലം വ്ളോഗ്സ് ഇൻ കേരള. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ പുതിയൊരു വ്ളോഗും കാര്യമായിട്ട്. നമ്മൾ കുറേ നാളെ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ സബ്സ്ക്രൈബ് കൗണ്ട് കുറവാണ്. ഞാൻ വീഡിയോ അധികം ഇടാത്തത് കൊണ്ടാണ്. എനിക്ക് പിന്നെ അങ്ങ് യൂട്യൂബോട്ട് പിന്നെ അങ്ങ് മടിയായി പിടിച്ച് ഗൈസ്. മടിയനായി ഞാൻ വീട്ടിൽ ഇരുന്ന് TV കണ്ട് എൻ്റെ കണ്ണ് നശിച്ച് ഞാൻ പോവുകയാണ് ഗൈസ്. ഇപ്പോൾ പിന്നെ ഗൈസ് ലാസ്റ്റ് ഉമ്മച്ചിയൊക്കെ കിടന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഇടുന്നത്. പിന്നെ ഗൈസ് നമ്മുടെ സബ് കൗണ്ടർ അത്രയ്ക്ക് കയറുന്നില്ല. ഇപ്പോൾ ഒരു ദിവസം ആണെങ്കിൽ ഇന്ന് ഒന്നാ കയറും ഭാഗ്യം ഉണ്ടെങ്കിൽ. പിന്നെ ഗൈസ് നമ്മൾ ഷോർട്സ് ഇടുന്നുണ്ട്. നമ്മളോട് എഡിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ഷോർട്സ് വീണ്ടും ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അതിനൊക്കെ നല്ല വ്യൂസും കയറുന്നുണ്ട്. പിന്നെ ലോങ് വീഡിയോ ഞാൻ അധികം ഇടാത്തതെന്ന് വെച്ചാൽ ലോങ് വീഡിയോ ഇട്ടാലിപ്പോൾ 50 വ്യൂസോ 23 അതൊക്കെ അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ഗൈസ് നമ്മൾ ഇച്ചി പവറാക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നത്തെ വ്ളോഗ് വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ടല്ല ഞങ്ങളൊന്ന് ആയൂര് വരെ ഒന്ന് പോകണം ഗൈസ് ഔട്ടിങ്. അപ്പോൾ ഗൈസ് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ പോയി പുതിയ ഡ്രസ്സ് ഇടണം. അപ്പോൾ ഗൈസ് എൻ്റെ കുഞ്ഞായും എൻ്റെ കുഞ്ഞാടെ മക്കളുണ്ട്. അവരെ വിളിക്കാനാണ് ഗൈസ് നമ്മൾ പോണത്. പിന്നെ ആയൂർ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഗൈസ് നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ഷെയർ ചെയ്യൂ. പിന്നെ ഗൈസ് നമുക്ക് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം നമുക്ക് 300 സബ്സ്ക്രൈബെങ്കിലും അടിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ എൻ്റെ ചെറുതായിട്ടൊന്ന് മൂക്കടഞ്ഞിരിക്കുന്നുണ്ട്, ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇനി ഉടുപ്പിടുക. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഐസ് വെച്ചിട്ട് മോത്തിടണം. എന്തിനാ ഇപ്പോൾ ഭയങ്കര വെയിലല്ലയോ, കൂളാവട്ടെ ഐസൊക്കെ ഇച്ചി മോളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഉടുപ്പ് ഇട്ടിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ എൻ്റെ മുഖത്തിച്ച് ഐസ് വയ്ക്കാൻ ഗൈസ്. ഐസ് ഞാൻ അങ്ങനെ തേച്ച് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ലാസ്റ്റ് ഒരെണ്ണമുണ്ട്, അതുകൊണ്ട് വെച്ച് തേച്ച് കാണിക്കാം. ഇത് തേച്ച് തേക്കിട്ട് മുഖം. അപ്പോൾ ഗൈസ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഭയങ്കര ചൂടാണ് കേസ്. ഇറങ്ങിയ പൊള്ളുന്നാണെങ്കിൽ ചൂടാണ് കേസ്. എൻ്റെ കൂട്ടുകാരന്മാർക്ക് ചൂടൂര് എന്തൊക്കെയോ വന്നിട്ടുണ്ട് തുടങ്ങി. ഐസ്ക്രീമും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റ് അടിക്കിട്ട് ഓക്കെ ഗൈസ്. ഇനി നമുക്ക് നേരെ ഉടുപ്പിടണം. മുഖം തുടക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് മുഖം തുടച്ച് നമ്മൾ കുട്ടപ്പനായിട്ടുണ്ട്. ഇനി ഗൈസ് ഞാൻ നേരത്തെ രാവിലെ കുളിച്ചതാണ്. ഇപ്പോൾ കേസ് ഞാൻ നേരെ ഇനി ഉടുപ്പിട്ടിട്ട് കാണാം കേസ്. ഇപ്പോൾ ഒഴുങ്ങി റെഡിയായി നിൽക്കുകയാണ് ഗൈസ്. എൻ്റെ ഒരു വൈറ്റ് പാൻറ്റും പിന്നെ ഒരു മെറൂൺ കളർ ഷർട്ടും ഇട്ടുകൊണ്ടാണ് ഗൈസ് ഒഴുങ്ങിയിരിക്കുന്നത്. ഇത് ഗൈസ് ഇത് ഷർട്ട് ഇടുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ പണ്ട് ലിംഗോ ഫെസ്റ്റ് മലയാളത്തിന് പോയാന്ന് ഉണ്ടല്ലോ. അയ്യോ അതല്ല, ലിംഗോ ഫെസ്റ്റ് മലയാളം മറ്റേ വേറെ ബ്ലൂ ആണ് ഇട്ടത്. അല്ല, ഹിന്ദി ലിംഗോ ഫെസ്റ്റിന് ഇതാണ് ഇട്ടത്, ഈ ഷർട്ട്. ഇത് അന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇട്ടിട്ട് കുറേ നാളായി ഇട്ടിട്ട് ഇതൊക്കെ. ഇപ്പോൾ ഇതൊന്ന് വെറൈറ്റി പിടിക്കാൻ ചേച്ചി ഇത് ചേരുന്നില്ലേ, വൈറ്റും മെറൂണും ഗുഡ് കോമ്പിനേഷനാണ് ഗൈസ്. ഞാൻ കഥ അടയ്ക്കും നിങ്ങൾക്ക്. ഇത് നല്ല വെട്ടം കിട്ടാൻ വേണ്ടിയാണ് എൻ്റെ അടുത്ത് തോന്നുന്നത്. ഗൈസ് ഇനി നമുക്ക് താഴെ പോവാ. ഉമ്മ റെഡിയാകാൻ നോക്കുക, ചെരുപ്പിടുക, നമുക്ക് പോവാം. നോക്കട്ടെ ഗൈസ്. നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ, മറക്കല്ലേ. ഉമ്മ ഒരുങ്ങ ഗൈസ്. ഉമ്മ റെഡിയായില്ല, നമുക്കതുവരെ ഇവിടെ ഇരിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ ഉമ്മ ഇനി റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് വരാം ഗൈസ്. അവിടെ ഇപ്പോൾ ഒരുങ്ങിപ്പോൾ വരും. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ചുമ്മാ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇടിയൊക്കെ വെട്ടുന്നു, നല്ലോണം ഇടി വെട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഉമ്മ ഇനി ഇറങ്ങട്ടെ. അതുവരെ നമുക്ക് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കാം, നിങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഗൈസ് നിങ്ങളുടെ വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവർക്കും സ്പെഷ്യൽ ക്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ടോ വെക്കേഷന്? എനിക്ക് എൻ്റെ ഉമ്മ വെക്കാനെന്നൊക്കെ പറഞ്ഞതാ. ഞാൻ പോകുന്നില്ല. ആയൂരോടെ സ്പെഷ്യൽ ട്യൂഷൻ എനിക്ക് വെക്കാമെന്ന് പറഞ്ഞതാ. എനിക്കൊന്നും വയ്യ പോവാണ്. പിന്നെ ഗൈസ് നമ്മൾ ഇതായതുകൊണ്ട് നമുക്ക് പള്ളിയിൽ പോകണം. ഞാൻ പഠിച്ച് കഴിയേണ്ടതാണ്. ഇപ്പം എന്നെ 7ലാണ്, ഇനി ഞാൻ സ്കൂളിൽ 8ലാണ്. പള്ളിയൊക്കെ ഞാൻ പഠിച്ച് കഴിയേണ്ടതാണ്. ഞാൻ എന്നെ 1 വർഷം 2 വർഷം കൊണ്ട് 2ാം ക്ലാസ് എന്നെ 1 വർഷം കൂടി ഇരുത്തി. ജസ്റ്റ് ഒന്ന് തോറ്റു ഗൈസ്. അത് നമുക്ക് എല്ലാവർക്കും പതിവാന്നല്ലോ. പിന്നെ ടീച്ചർ അന്നൊന്നും അലിഫ് ബാ ഒന്നും അറിയുന്നൂടായിരുന്നു. ഇപ്പം തന്നെ എനിക്ക് ഇച്ചിരിയൊക്കെ അറിയാം അലിഫ് ബാ ഒക്കെ. അതുകൊണ്ട് 1 വർഷം എഴുതി ഇങ്ങനെ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴേ കഴിഞ്ഞിട്ട് പോകണ്ടേ. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറുക്കുണ്ട്. അവ ഇപ്പം പഠിച്ച് കഴിഞ്ഞ് പോയി. അവ എൻ്റെ ക്ലാസ്സിലാണ്, 7ൽ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം. അവ പഠിച്ച് കഴിഞ്ഞു. അവന് ഉമ്മ ഇരുത്തിയില്ല, അവൻ ജയിച്ചു പോയി. നമ്മളതണക്കൊന്നും അല്ലല്ലോ. നല്ല ഇടി കിട്ടുന്നുണ്ട് ഗൈസ്, അതോട്ട് കയറി ഇരിക്കട്ടെ. പിന്നെ ഗൈസ് നിങ്ങൾ രാത്രിയൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ രാത്രി സന്ധ്യക്കൊന്നും ഇറങ്ങില്ല കേട്ടോ.
സന്ധ്യക്കൊന്ന് ഇറങ്ങിയാൽ പാമ്പ് ശല്യം കാണും. ഇപ്പം ചൂടായതുകൊണ്ട് പാമ്പുകളൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പാമ്പ് അങ്ങോട്ടോടും ഇങ്ങോട്ടോടുന്ന സ്ഥിതിയാണ് ഇരിക്കുന്നത് ഗൈസ്. അങ്ങനെ സന്ധ്യയ്ക്കോ രാത്രിയൊന്നും ആരും കാണില്ല. അപ്പം ഞാൻ ഇന്നലെ തന്നെ എനിക്കൊരു സംഭവം പറ്റി. ഇവിടെ ഞാൻ ഇന്നലെ താഴെ താഴത്തെ വീട്ടിൽ വരെ പോയതാണ്. അപ്പോഴത്തേക്ക് രാത്രിയായിരുന്നു. അപ്പോൾ ഒരു പാമ്പ് എൻ്റെ മുമ്പിൽ കൂടെയാണ് കേസ് പോയത്. അത് കറുത്ത കളറാണ്. അതിന് ചവിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ കഥ കഴിഞ്ഞായിരുന്നു കേസ്, കഥമായിരുന്നേനെ. അപ്പോൾ കേസ് ഉമ്മ ഇപ്പോൾ ഉറങ്ങും. ഇനി ഞാൻ ഉമ്മ വന്നിട്ട് കാണിക്കാം. അപ്പോൾ കേസ് എനിക്കൊരു സംശയമുണ്ട്, ചിലപ്പോഴേ ബസ്സിൽ വീഡിയോ എടുക്കാൻ ഒക്കൂ. അന്ന് ബസ്സിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. ആളില്ലെങ്കിൽ കുഴപ്പമില്ല, എടുക്കാം. ഫുൾ സപ്പോർട്ട് കേസ്, ഞാൻ എടുക്കാം. പറ്റൂല്ലെങ്കിൽ ഞാൻ നോക്കാം കേസ്. എന്തായാലും ഞാൻ നോക്കാം, എന്തായാലും ഞാൻ എടുക്കും, ഉറപ്പാണ് കേസ്. എന്തായാലും ഇനി ഉമ്മ ഇപ്പോൾ ഇറങ്ങും, അത് ഞാൻ കാണാം. പിന്നെ കേസ് നിങ്ങൾ ലൈക്ക് അടിച്ച് പൊട്ടിച്ചാണെങ്കിൽ വെറുതെ ഇരിക്കല്ലേ, ജസ്റ്റ് ഒന്ന് ലൈക്ക് അടി. പിന്നെ കേസ് നിങ്ങൾ ഇച്ചിരി ഷെയർ ചെയ്യുക കേസ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളിച്ച് സപ്പോർട്ട് ചെയ്യണം. നമ്മളിച്ച് 300 ആക്കണം. നമ്മൾ ഇത്രേ കിടക്കുന്നതേ ഉള്ളൂ, ബാക്കിയുള്ളവർ കയറി പോവാണ് കേസ്. പ്ലീസ് ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും നയിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കേസ് ഇനി ഉമ്മ ഇറങ്ങട്ടെ. ഉമ്മ ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഉമ്മ ഇപ്പോൾ ഇറങ്ങും, ഞാനിപ്പോൾ അങ്ങോട്ട് നടക്കുവാണ്. അപ്പോൾ കേസ് ഭയങ്കര വീഡിയോ കിട്ടുന്നുണ്ട് കേസ്. ഇന്ന് മഴ ചിലപ്പം പെയ്യുമായിരിക്കും. ഇന്നലെ കൂടെ തകർത്ത് പെയ്യുവാണ് കേസ് മഴയൊക്കെ. ഇന്നലെ തകർത്ത് ഇവിടെ എൻ്റെ മോനെ, ഇന്നലത്തെ മഴയാണ് മോനെ മഴ. ഇന്നലെ ഭയങ്കര നല്ല സുഖമായിരുന്നു കേസ് ഉറങ്ങാൻ. നല്ല ഉറക്കം കിട്ടി, നല്ല ഉഷാറായിരുന്നു ഉറങ്ങാൻ. അപ്പോൾ കേസ് ഉമ്മ ഇപ്പോൾ വരും, ഞാൻ അങ്ങോട്ട് നടന്ന് പോവാണ്. അപ്പോൾ കേസ് ഉമ്മയും കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കേസ് ഈ സ്ഥലത്ത് വെച്ചാണ് പാമ്പിനെ കണ്ടത്. ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെയാണ് കേസ് ഓടിക്കൊണ്ട് ആ മതില്ല. അപ്പോൾ അവിടെ ഭയങ്കര കാടാണ്. അവിടെ ഭയങ്കര കാടാണ്. കാടൊന്നുമില്ല കാടാണ്. അവൻ്റെ അവിടെ എങ്ങനെയാണ്ട് ഉണ്ടാ പാമ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, സൂക്ഷിച്ചെല്ലാവരും പോകണം. കേസ് ഇനി ഉമ്മ വരട്ടെ. ഭയങ്കര ഇടിവിടുന്ന കേസ്. ഇന്ന് മഴ പെയ്താൽ കൊള്ളാം, നല്ല സുഖമായിരിക്കും എന്ന് ഉറങ്ങാൻ. പക്ഷേ മഴ വേണേന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ എന്തേലും ചൂടാണ്. ഞാൻ അന്ന് പള്ളിയിൽ തന്നെ രാവിലെ തന്നെ എന്തൊരു ചൂടാണ്. രാവിലത്തെ ചൂട് പോലും കൊള്ളാൻ പറ്റാത്ത അവസ്ഥയാണ് കേസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത്രയ്ക്ക് ചൂടാണ് കേസ്. എനിക്കിപ്പോൾ വരെ ചെറുതായിട്ട് ചൂട് കൂരിയൊക്കെ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാർക്ക് ഫുള്ള് ചൂട് വരെയായി. എൻ്റെ കൂട്ടുകാരന്മാർ ടർഫിൽ പോകുന്നവരുണ്ട്. ഈ വെക്കേഷൻ സമയത്തെ എന്നെ വിട്ടില്ല. ചെറിയ ഇഷ്യൂക്കെ ഉണ്ടായിരുന്നു. ഞാൻ ടർഫിൽ പോയില്ല. പിന്നെ അവന്മാരൊക്കെ കളിച്ച് പിന്നെ അവന്മാരുടെ കയ്യിൽ ഫുള്ള് ചൂട് വരെ. പിന്നെ അന്ന് തൊട്ട് പിന്നെ ടർഫ് പിന്നെ ചില ദിവസം നല്ല ചൂടില്ലാത്തൊരു ഇതുള്ള ദിവസത്തിൽ മാത്രമാണ് വെച്ചുള്ള ടർഫ്. അതുകൊണ്ട് കേസ് ആ ടർഫ് ഇപ്പോൾ അങ്ങനെ ഇതായിട്ടില്ല. ടർഫ് ഇപ്പോൾ പ്ലേ ആയിട്ട് കേസ് ഭയങ്കര ഇട്ടിട്ടുണ്ട് കേസ്. എനിക്ക് അറിഞ്ഞുകൂടാ ഉണങ്ങാൻ. ഇടി കിട്ടും ചിലപ്പോൾ എൻ്റെ ഉമ്മ പറയും വീഡിയോ എടുക്കണ്ടാ മാറ്റി വയ്ക്കുക. അത് തന്നെ ഇനി തന്നെയാണ് വരുന്നത്. ചിലപ്പോൾ അങ്ങനെയാണ് കേസ് ഇനി വരൂ. പെട്ടെന്ന് വാ കേസ്. ഉമ്മയുടെ പാൻറ് ഉടുപ്പും ചെയ്തില്ലെന്നും പറഞ്ഞു. ഉമ്മ അവിടെ പാൻറ് ഇടാൻ പോയി. അപ്പോൾ കേസ് താത്ത വിളിക്കുന്നുണ്ട്, എന്തിനാന്ന് ചോദിച്ചിട്ട് വരാം. ഉമ്മ ഇറങ്ങിയിട്ടുണ്ട്, ഉമ്മ വരുന്നുണ്ട്. മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് കേസ്. കാലാവസ്ഥയൊക്കെ മാറി നല്ല ഇടി കിട്ടുന്നുണ്ട് കേസ്. ഞാൻ ഇവിടെ നടക്കട്ടെ. വാക്കിളി വാക്കിളി. ഇതാ ഉമ്മ വിളിക്കൊണ്ട് പോയി. ഞാൻ ഇവിടെ നമുക്ക് ഒരുമിച്ച് എൻ്റെ കേസ് ഈ സ്ഥലത്ത് വെച്ചാണ് പാമ്പുണ്ടാവും. പൗഡറാ നോക്കട്ടെ. വെയിറ്റ് കേസ്. ഇല്ലില്ല, പൗഡറൊന്നുമില്ല. ഉമ്മ ഫുള്ള് നീറ്റായിരിക്കും. പൗഡറൊക്കെ എന്തിനാ കേസ്. നല്ല ഇടി കിട്ടുന്നുണ്ട് കേസ്. പോവാം. 50 ഇടിയാണ് കേസ് കിട്ടുന്നത്. 50 ഇടി. ഇതേപോലെ ഡുഗുഡു കണക്കാണ് കേസ് ഇടി കിട്ടുന്നത്. ഇനി നമുക്ക് അവിടെ കയറണം. മൈക്കില്ലാത്തതുകൊണ്ട് പ്രശ്നമാണ് കേസ്. വണ്ടിയുടെ ശബ്ദം ഫുള്ള് ഇനി കേൾക്കും. നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ വേണ്ടി അറിഞ്ഞുകൂടാ. അടുത്ത വണ്ടി യാഹു ഓച്ചാ. ഓക്കെ, സ്കൂട്ടിയെല്ലാം പോകും. ഇനി വണ്ടി ഉണ്ടോ? ഞാനാ. അപ്പോൾ കേസ് ഇനി നമുക്കവിടെ ബസ് കാത്തിരിക്കണം. അതൊരു ചടങ്ങാണ്. അപ്പോൾ കേസ് ഇനി അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. കേസ് നമ്മളവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നടക്കുന്നതാണ് കേസ്. നമുക്ക് ഇവിടെ മുട്ടൻ തേരിയാണ് കേസ്. ഇവിടെ നടന്ന് കയറും. അതൊരു മെനക്കേട്. കേസ് ഇതാണ് കേസ് നമ്മുടെ ഇവിടുത്തെ മില്ല്. കേസ് നിങ്ങൾ ലൈക്ക് അടിക്കണം, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കല്ലേ. എല്ലാവരും അടിച്ചൊന്ന് പൊട്ടി. നമ്മൾ ഫൈനലിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ബസ് കത്തിക്കാൻ സ്ഥലം ശരിയാണ് കേസ്. ആ സ്ഥലം ഇവിടെ നിൽക്കും.
ഈയിലാണ് കേസ് ഇന്നലെ മഴ ഇതുകൊണ്ട് ഫുൾ ഈയലായിരുന്നു ഇവിടേക്ക്. അപ്പോൾ കേസ് ഇനി ബസ്സിന് വേണ്ടി കാത്തിക്കണം. അതാണ് ബസ്സിന് ഈ സമയത്ത് വരുന്നുണ്ട്. ഇവിടെ ചില സമയത്ത് അങ്ങനെ കേസ്, ചില സമയത്ത് ബസ് കാണും, ചില സമയത്ത് ബസ് കാണും. അപ്പം ചില ബസ് വരുന്നതാണ് കേസ്. ഞാൻ ബസ് വന്നിട്ട് കയറാം കേസ്. കേസ് ഒരാളെ കൂടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കേസ് അതിന് ബസ് വന്നിട്ട് അതിനകത്ത് വെച്ച് കാണിക്കാം. ഒരാളെ വിളിക്കുന്നുണ്ട്. ബസ് വന്നിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് എടുത്ത് ഇനി ആയൊരു ഒരാളുണ്ട്. ആളല്ല എൻ്റെ അടുത്തായിട്ടില്ല, ആളത്രയ്ക്കില്ല. പറയുന്നത് കേൾക്കില്ല, പാട്ടിട്ടിട്ടുണ്ട്. നമ്മൾ ആയിലോട്ട് പോകണം. ചിലപ്പോൾ 60 ഓട്ടോ കഴിയും. ഇനി ആയിലോട്ട് നമ്മളിപ്പം ആയൂരെത്തിയിട്ടുണ്ട്. മഴ പെയ്യുവാണ് കേസ്. അപ്പോൾ എനിക്ക് ഫോൺ ഒത്തിരി ഇതാക്കാൻ ഒക്കില്ല, മഴ ചെയ്താൽ ഫോണിൽ വീഴും. അപ്പോൾ കേസ് ഇപ്പോൾ കുഞ്ഞാനിനി അവിടെ പോയി വെയിറ്റ് ചെയ്യണം. അപ്പോൾ കേസ് കുഞ്ഞാനെ എത്തിയിട്ട് നമുക്കൊരു സാധനം വാങ്ങിക്കണം. അപ്പോൾ കേസ് അത്രയൊക്കെ ഉള്ളൂ. കേസ് ഞാൻ എന്തിനാ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് കേസ് അടച്ചു വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വയ്ക്കുകയാണ്. ഭയങ്കര ചാറുന്നുണ്ട്, ഫോണിൽ കണ്ട് ഇപ്പോൾ തുള്ളി വീഴുന്നുണ്ട്. അപ്പോൾ കേസ് ഞാൻ ഇനി അവിടെ പോയി കുഞ്ഞാനെ വെയിറ്റ് ചെയ്യണം. ഇനി കുഞ്ഞ് വന്നിട്ട് കേസ് ബാക്ക്. അപ്പോൾ കേസ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര മഴയായിരുന്നു കേസ്, അത്രയ്ക്ക് മഴയാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ മഴയായിരുന്നുണ്ട്. ഈ സ്ഥലമൊക്കെ തന്നെ എടുക്കുന്നുണ്ടോ, ഭയങ്കര മഴയാണ് കേസ്. ഇപ്പോഴും കൊണ്ട് ഇടി വിട്ടുന്നുണ്ട്. അവിടെ നിന്ന് മൊബൈൽ എടുക്കാൻ പറ്റുന്ന സ്ഥിതിയാണ്. നമ്മൾ പിന്നെ ഉണ്ട് കേസ്. എൻ്റെ കുഞ്ഞാടെ മക്കൾ വന്നിട്ടുണ്ട്. ഹായ് പറയുന്നു. ഹായ് ഗൈസ് എന്ന് പറ. ഹായ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവരെ വിളിച്ച് ഞങ്ങൾ നേരെ കുറച്ച് മലക്കറി സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വാങ്ങിച്ച് ഞങ്ങൾ നേരെ അവിടുന്ന് ബസ്സിൽ കയറി, പിന്നെ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങ് വന്ന് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് എനിക്ക് വിഷമം കൊണ്ട് അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റും. മഴ ആയതുകൊണ്ട് ഗൈസ് എടുക്കാൻ പറ്റും. എന്തിനാ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. വീഡിയോ എടുത്തത് എല്ലാം അതിനകത്ത് ഉള്ളു വെള്ളമായിരുന്നു വെച്ചാൽ അത്രയ്ക്ക് മഴ. പിന്നെ ഇടി കൊള്ളിയാൻ പറ്റില്ല. പിന്നെ ഫോൺ എടുത്തുകൂടല്ലോ, ഇലക്ട്രോണിക് സാധനങ്ങൾ എടുത്തുകൂടല്ലോ. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? ലൈക്ക് അടിക്കാൻ പറ, ഷെയർ അടിക്കണം, പറ, സബ്സ്ക്രൈബ് അടിക്കണം, പറ, സബ്സ്ക്രൈബ് അടിക്കണം, സബ്സ്ക്രൈബ് അടിക്കണമെന്ന് പറ. ഷെയർ അല്ല, സബ്സ്ക്രൈബർ. നീ ഷെയർ അടിക്കണം, സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ലൈക്ക് അടിക്കണം, ഷെയർ അടിക്കണം, സബ്സ്ക്രൈബ് അടിക്കണം. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ പിന്നെ വരാം. ബൈ. അതിന് ബൈ പറ. ഇവിടെ അടിയോട്.